ഇന്നത്തെ നമ്മുടെ ഫോട്ടോഷോപ്പിന്റെ ക്ലാസ് എന്ന് പറയുന്നത് സെലക്ഷൻ ടൂളുകളെ കുറിച്ചാണ്. അതായത് ആദ്യത്തെ 7 ടൂളുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം പൊതുവെ ഈ ഒരു സെലക്ഷൻ ടൂളുകൾക്ക് നിരവധി ഉപയോഗങ്ങളുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മളിത് 2 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് സെലക്ഷൻ ടൂളുകളെ കുറിച്ച്. ആദ്യത്തെ നമ്മുടെ മൂവി ടൂള് നമുക്കറിയാം. മൂവി ടൂളിന് ശേഷം താഴെ കിടക്കുന്നത് റെക്ടാങ്കുലർ മാർക്കി ടൂള്, എലിപ്റ്റിക്കൽ മാർക്കി ടൂള്, സിംഗിൾ കോളമൻ മാർക്കി ടൂള്, സിംഗിൾ റോ മാർക്കി ടൂള്, അങ്ങനെ 4 ടൂളുകളും. അതോടൊപ്പം തന്നെ ലാസോ ടൂള്, പോളിഗണൽ ലാസോ ടൂള്, മാഗ്നറ്റിക് ലാസോ ടൂള്, അങ്ങനെ 7 ടൂളുകളാണ് സെലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് സെലക്ഷന് വേണ്ടിയിട്ട് വേറെ ടൂളുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു 7 ടൂളുകളുടെ യൂസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഗ്രാഫിക് ഡിസൈനേഴ്സിനെ സംബന്ധിച്ച് എപ്പോഴും ഇത് ഉപയോഗിക്കാൻ വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. എങ്കിലും നമ്മൾ അതിന്റെ ആവശ്യം എന്തെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്രാഫിക് ഡിസൈനേഴ്സിനെ സംബന്ധിച്ച് നമ്മളത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്, അപ്പൊ നമ്മളത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം എൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ടൂൾസിനെ നല്ലതായിട്ട് പരിചയപ്പെടുക. ടൂൾസിനെ പരിചയപ്പെട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഡിസൈനിങ്ങിലോട്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ടൂൾസ് മൊത്തം പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഗ്രാഫിക് ഡിസൈനർ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പരിധി വരെ അത് ചെയ്യാനുള്ള മാർഗങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ക്രിയേറ്റിവിറ്റിയും ഇതെല്ലാം നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ടൂളുകളെ കുറിച്ച് നോക്കാം. ആദ്യത്തെ ടൂളാണ് എന്ത്? റെക്ടാങ്കുലർ മാർക്കി ടൂൾ. റെക്ടാങ്കുലർ മാർക്കി ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് എടുത്തതിന് ശേഷം ആ ഒരു സ്ക്വയർ നമ്മുടെ ഒരു ഹാർഡ് ബോർഡിലോട്ട് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്ത് കളർ ഫില്ല് ചെയ്യാം. ആദ്യത്തെ ഒരു സെക്ഷനാണ് നമുക്ക് കളർ ഫില്ല് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ 2 ഷോർട്ട് കീസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, കൺട്രോൾ ബാക്ക് സ്പേസ് ആൻഡ് ഓൾട്ട് ബാക്ക് സ്പേസ്, അത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളർ കൊടുക്കാം. ഈ ഒരു സെലക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ഒരു സെലക്ഷനാണ്. ആ ഒരു കളർ ഫില്ല് ചെയ്താൽ മാത്രമേ അതൊരു ഒബ്ജക്റ്റ് ആയിട്ട് മാറുകയുള്ളൂ. അപ്പൊ ആ ഒരു കളറിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സെലക്ഷൻ കളയാൻ വേണ്ടിയിട്ട് കൺട്രോൾ D യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ടൂളുകളും, ലാസോ ടൂൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് കളർ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പം എലിപ്റ്റിക്കൽ ടൂൾ ഉണ്ട്, അതുപോലെ തന്നെ സിംഗിൾ റോ മാർക്കി ടൂൾ, സിംഗിൾ കോളമൻ മാർക്കി ടൂൾ. അപ്പം അത് രണ്ടും നേരത്തെ ഒരു ലൈൻ മാത്രമാണ് സിംഗിൾ റോയും സിംഗിൾ കോളമൻ എന്ന് പറയുന്ന സംഭവങ്ങൾ. അത് രണ്ടും സിംഗിൾ ലൈൻസ് ആണ്. അത് ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് വിസിബിൾ ആയിരിക്കില്ല അതിൽ നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് കളർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഷോർട്ട് കീസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അതിപ്പോ ജസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. സിംഗിൾ റോ മാർക്കി ടൂളും സിംഗിൾ കോളമൻ മാർക്കി ടൂളും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ജസ്റ്റ് ഒരു ഇത് കൊടുക്കാം. ഇതിലെല്ലാം ഉപരി നമുക്ക് ആദ്യമേ നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ലെയർ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ലെയറിന്റെ ഉപയോഗം നിങ്ങൾക്കറിയാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പം ലെയർ എടുത്തതിന് ശേഷം മാത്രം നമ്മൾ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് വരുന്നത് ലാസോ ടൂളാണ്. ലാസോ ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലാസോ ടൂൾ എവിടെയാണോ നമ്മൾ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റ് തന്നെ എൻഡ് ചെയ്യുമ്പോഴായിരിക്കും അതൊരു ഷേപ്പായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ പോളിഗണൽ ലാസോ ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ടൂൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക്, അതായത് കാന്താകർഷണം പോലെയാണ്. അപ്പം ഇത് ഒരു പർപ്പസാണ്, കളർ ഫില്ല് ചെയ്യുക എന്നുള്ളത്. അതിന് വേറൊരു പർപ്പസും കൂടെ നമുക്ക് ഉണ്ട്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. അപ്പൊ ഓക്കെ, ഇപ്പൊ സിംഗിൾ കോളമൻ മാർക്കി ടൂൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അകത്ത് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നു? കൺട്രോൾ ബാക്ക് സ്പേസ് നമ്മൾ ആക്റ്റീവ് ആക്കുന്നു. ഓക്കെ, കൺട്രോൾ ബാക്ക് സ്പേസ് ആക്റ്റീവ് ആക്കുന്നു. അതിനുശേഷം കൺട്രോൾ D കൊടുക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയാം, അതിനെ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ എൻലാർജ് ആക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ T എന്ന് പറയുന്നത്. കൺട്രോൾ T നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്രീ ട്രാൻസ്ഫോം. ഓക്കെ, കൺട്രോൾ T എന്തിനാണ് ഉപയോഗിക്കുന്നുള്ളത് നമുക്കറിയാം. അതിന്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൺട്രോൾ D കൊടുത്ത് ഡീസെലക്ഷൻ ആയി. അതിനുശേഷം കൺട്രോൾ T കൊടുക്കുമ്പോഴത്തേന് T കൊടുത്തതിന് ശേഷം നമ്മൾ എൻലാർജ് ചെയ്യാൻ 2-3 മാർഗങ്ങളുണ്ട്. ഈക്വലായിട്ട് നമുക്ക് ലാർജ് ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്? ഷിഫ്റ്റും ഓൾട്ടും, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം നമുക്ക് മാറ്റണമെങ്കിൽ ഷിഫ്റ്റ് മാത്രം യൂസ് ചെയ്താലും മതി. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്തേക്കുന്ന കളർ ഏതാണെങ്കിലും അവിടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഈ സെലക്ഷൻ ടൂളുകൾ കൊണ്ടുള്ള ആദ്യത്തെ
യൂസേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഐഡിയ കിട്ടും. ഇനിയുള്ളത് വേറൊരു പർപ്പസ് ആണ്, നമുക്ക് അത് അടുത്ത സെക്ഷനിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ അപ്പൊ ലാസ്റ്റ് ടൂളുകൾ നമ്മൾ എടുത്തു നോക്കുവാണ്. ആദ്യത്തെ ലാസ്റ്റ് ടൂള് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകൾ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം റെക്ടാങ്കിൾ ടൂളും അതുപോലെ തന്നെ നമ്മുടെ എലിപ്റ്റിക്കൽ ടൂളിന്റെ ഒക്കെ പ്രത്യേകത ആ ഒരു പർട്ടിക്കുലർ ഷേപ്സ് മാത്രമായിരിക്കും വരുന്നത്. പക്ഷെ ലാസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കതിനെ വരച്ചെടുക്കാനായിട്ട് പറ്റും. അതാണ് ലാസ്റ്റ് ടൂളിന്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്, ഈ ഒരു യൂസ് മാത്രമല്ല നമുക്ക് ഈ ഒരു ടൂളുകളിലുള്ളത്, ഇനിയും അതിന്റെ യൂസ് ഉണ്ട് നമുക്ക്. അപ്പൊ അത് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പരസ്യപ്പം മനസ്സിലായി കാണും. ആദ്യമേ തന്നെ നമുക്കൊരു സ്റ്റാർട്ട് പോയിന്റ് ചെയ്ത് എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ നമ്മളത് എൻഡ് ചെയ്താൽ മതിയായിരിക്കും. അതാണ് ലാസ്റ്റ് ടൂളിന്റെ പ്രത്യേകത. അതിൽ കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ലെയർ എടുത്ത് കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അതിനുശേഷം ഉള്ളത് അടുത്തത് എന്താണ്, പോളിഗണൽ ലാസ്റ്റ് ടൂൾ. പോളിഗണൽ ലാസ്റ്റ് ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, വരയ്ക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നമുക്ക് കൊടുക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും, നമുക്കത് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. ഓരോരോ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടായിരിക്കും നമ്മൾ അതിനെ വരയ്ക്കുന്നത്. അതാണ് പോളിഗണൽ ലാസ്റ്റ് ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് ഇതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ അത് എൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് ടൂളൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാളിപ്പോയി നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല വരയ്ക്കാൻ പറ്റുന്നതെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. അത് ഡബിൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സെലക്ഷൻ ആവും. അത് കൺട്രോൾ ഡി കൊടുത്താൽ മതി, അത് പൊയ്ക്കോളും. പിന്നെ നമുക്ക് വീണ്ടും എടുത്തിട്ട് ട്രൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ലാസ്റ്റ് ടൂളാണ്. ഓക്കെ, മാഗ്നറ്റിക് ലാസ്റ്റ് ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു ആക്ച്വൽ പർപ്പസ് വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് അതിനെ വരച്ചെടുക്കാനായിട്ട് പറ്റാത്തത്. ഓക്കെ, മാഗ്നറ്റിക് ലാസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ അതൊരു കാന്താകർഷണം പോലെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അതൊരു ഇമേജിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വേറൊരു കാര്യത്തിന് വേണ്ടി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്കിലും നമുക്ക് ഇതുപോലെ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ടോട്ടൽ 7 ടൂളുകൾ പഠിച്ചു. നമ്മൾ ഈ 7 ടൂളുകളുടെ പ്രത്യേകത, ആദ്യത്തെ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ട്, വരച്ചതിന് ശേഷം നമുക്ക് കളർ ഫില്ല് ചെയ്ത് പുതിയൊരു ഒബ്ജക്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചിരിക്കുന്നു. ഓക്കെ.